ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ വലിയ മാറ്റങ്ങളുടെ പടിവാതിലാണ് നിൽക്കുന്നത്. വലിയ വലിയ പദ്ധതികളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് ബുള്ളറ്റ് ട്രെയിൻ. ജപ്പാന്റെ സഹായത്തോടെയാകും ഇതിനായുള്ള പ്രത്യേക പാത ഒരുക്കുന്നത്. മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്കും തിരിച്ചുമാകും ബുള്ളറ്റ് ട്രെയിൻ ആദ്യം സർവീസ് നടത്തുന്നത്. 350 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ട്രെയിൻ യാത്ര വ്യത്യസ്തമായ അനുഭവമാകും നൽകുന്നത്. 2026 പുതിയ പാതയിലൂടെ ബുള്ളറ്റ് ട്രെയിൻ ഇന്ത്യയിൽ ഓടിത്തുടങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. ജപ്പാന്റെ ഷിൻകൻസെൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള പാതയാണ് ഒരുങ്ങുന്നത്. രാജ്യത്തെ 2 പ്രമുഖ നഗരങ്ങളിലേക്ക് അതിവേഗം എത്താൻ സാധിക്കുന്നതോടെ ജനങ്ങളുടെ ജീവിത രീതി മൊത്തമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതേ റൂട്ടിൽ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഓടുന്നതിനുള്ള സൗകര്യവും ഒരുക്കാനാണ് പുതിയ നീക്കം. 2014 ബുള്ളറ്റ് ട്രെയിൻ സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയത്. മഹാരാഷ്ട്ര, ഗുജറാത്ത് സർക്കാരുകളുടെ സഹകരണം കൂടി റെയിൽവേ മന്ത്രാലയത്തിന് ആവശ്യമായിരുന്നു. നീതി ആയോഗിന്റെ ശുപാർശ കൂടി പരിഗണിച്ചാണ് ജപ്പാൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പാത നിർമ്മിക്കാൻ റെയിൽവേ തീരുമാനിച്ചത്.